ഞങ്ങൾ ഇന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇന്ന് മീനാക്ഷിയുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ അവിടെ ക്യൂനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവാട്ടോ. അപ്പോൾ മേക്കപ്പ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ 5:30 ആകുമ്പോൾ നമ്മളവിടെ ജോയിൻ ചെയ്യണം. ഇപ്പോൾ അവരവിടെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാമിൻ്റെ ടൈമിൽ നമ്മൾ കയറിയാലും മതി. ഇപ്പോൾ അവിടെ പ്രോഗ്രാം 5:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോവാട്ടെ സ്കൂളിലേക്ക്. വാ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഉണ്ണിയുടെ സ്കൂളിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 7:30 ആകുമ്പോഴത്തേനാണ് ഇവരെ പരിപാടി തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് ഇതാണ് സ്കൂള്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സിംഗറൊക്കെയാണ്, പുതിയൊരു കുട്ടിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അധികം ആളുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കാരണം ഇതിപ്പോൾ ആദ്യം കുറേ പ്രസംഗവും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് ആൾക്കാരൊക്കെ പ്രോഗ്രാം തുടങ്ങണേ ആ നേരം നോക്കി വരാനാന്ന് തോന്നുന്നു. അപ്പോൾ ഇവളെ അവിടെ കൊണ്ടാക്കിയിട്ട് മോളവിടെ ആക്കിയതിന് ശേഷം മേക്കപ്പിനൊന്നും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഭയങ്കര ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു എനിക്ക്. ഇപ്പോൾ കുറച്ച് നേരം ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് 7:30 ആകുമ്പോഴത്തേനും അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞൊന്ന് കുളിച്ചതേ ഫ്രഷായി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. വലിയ ഒരുക്കമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അതൊക്കെ കഴിഞ്ഞതേ ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ ഇറങ്ങണ നേരത്തെ കുറച്ച് ലേറ്റായിപ്പോയി. ഞങ്ങൾ 7:30 കറക്റ്റ് 7:30 ആവണ കണ്ട് അവിടെ എത്തിയുള്ളൂ. അപ്പോഴത്തേനും ഒരുവിധ ആളുകളൊക്കെ വന്ന് ഇരിക്കാനായിട്ട് അധികം സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ തുടങ്ങി, അങ്ങനെ ഓരോ ഡാൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മീനാക്ഷിയുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ക്യൂനായതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയിട്ട് അവസാനിക്കണ വരെ തന്നെ ഇവിടെ തന്നെ വേണം. അപ്പം മൂന്നാമത് നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ മീനാക്ഷി. ഇതൊക്കെ ഒരു കൂട്ടുകാരികളാണ്. അപ്പോൾ ഇതിനൊരു സ്പീച്ച് ഉണ്ട് അവർക്ക്. അങ്ങനെ ഈ ഒരു സ്പീച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ ഡാൻസുകൾ ഇടയ്ക്ക് വരും. അതിൻ്റെ ഇടയിലും ഇവർ ഇടയ്ക്കൊന്ന് കയറി ഡാൻസൊക്കെ ഒന്ന് വെറുതെ ചെയ്യണം. അപ്പോൾ ഒരു ഡാൻസ് വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടേ വന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ മൂമെൻറ്റ്സ് മാത്രം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി +2 വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോൾ 10th വരെ +2 വരെയൊക്കെയുള്ള കുട്ടികളുടെ ആനുവൽ ഡേ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ നേരമൊക്കെ ഇരുന്നപ്പോൾ ഇവർ തീം ബേസ്ഡ് ആയിട്ടാണ് ഓരോ പ്രോഗ്രാം ചെയ്യണത്. നമ്മൾ ഓരോ സിനിമ പാട്ട്, അതിന് കുറേ ഡാൻസ് അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് നമ്മൾ പോവുക. പക്ഷേ ഇവർ ഓരോ തീമിന് ബേസ് ചെയ്തിട്ടുള്ള ഡാൻസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ രസമുണ്ട്. ഇത് നമ്മുടെ മീനാക്ഷിയുടെ കൂട്ടുകാരിയുടെ ഉണ്ണിവാവിയാണ് കേട്ടോ. ആൾ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ നല്ല കളിക്കാൻ പറ്റിയ ഭയങ്കര അടിച്ചുപൊളി പാട്ടൊക്കെ വന്ന ആൾ ഇതേപോലെ ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ആൾക്ക് ആകെ 2 വയസ്സാവണുള്ളൂ, പക്ഷെ ആൾ നല്ല ആക്റ്റീവാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ കൂടുതലും കണ്ടത് ആളുടെ ഡാൻസ് ആട്ടോ. ആളിങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര ഡാൻസൊക്കെ കളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി നിന്നു. അപ്പുറത്ത് പിന്നെ സ്റ്റേജിൽ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീനാക്ഷിനെ ഇപ്പോൾ കൊണ്ടുപോകാനും പറ്റില്ല. കാരണം ഈ പ്രോഗ്രാമുകളുടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഓരോ എൻട്രി ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ പ്രോഗ്രാമുകൾ കഴിയണവരെ ഇരുന്നു. 10 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികളുടെയും വലിയ ആളുകളുടെയൊക്കെ ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകൾ നമ്മൾ കുഞ്ഞിലേക്ക് പഠിക്കുമ്പോൾ കാണുന്ന പോലത്തെ ആനുവൽ ഡേയുടെ പോലത്തെ പ്രോഗ്രാമുകളൊന്നും അല്ല ഇപ്പോൾ. ഭയങ്കര മാറ്റമൊക്കെ ആയി. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആനുവൽ ഡേ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെയൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഭക്ഷണമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇവർക്ക് എന്താ പറയുക, അതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു ജ്യൂസും സ്നാക്സൊക്കെ കൊടുത്തായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് ആട്ടോ. ലാസ്റ്റിൽ ഇവരിങ്ങനെ പ്രേതമായിട്ടോ എന്തായിട്ടൊക്കെ ഇവരിങ്ങനെ വരുന്നു. കുറച്ച് ഇന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളതിലത്തെ ഓരോരുത്തരെ എടുത്തിട്ടൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതോടുകൂടെ ഇന്നത്തെ നമ്മുടെ ആനുവൽ ഡേയുടെ സെലിബ്രേഷൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. വീട്ടിലോട്ട് പോയിട്ട് വേണം ഇനി 10 മണിയായല്ലോ, ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.